ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. മീനച്ചൂടിനും മീതെയാണ് തിരഞ്ഞെടുപ്പ് ചൂട്. ഡീലാരോപണത്തിൽ വട്ടം കറങ്ങുന്ന പ്രചാരണം. ഇന്നിതാ രമേശ് ചെന്നിത്തല പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. SDPI വോട്ട് LDFന് നൽകാൻ ധാരണയായെന്നാണ് ആരോപണം. പിണറായി സർക്കാർ മാറണമെന്നില്ല എന്നും SDPI സംസ്ഥാന അധ്യക്ഷൻ നയം വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയോട് ചോദിച്ചു, മങ്കടയിൽ നിങ്ങൾ SDPI പിന്തുണ സ്വീകരിക്കുമോ? ഉത്തരമില്ല. പരിഹസിച്ചൊഴിഞ്ഞു മാറുന്നത് ഉത്തരമല്ലല്ലോ. 4 വോട്ടിനായി ഏത് വർഗീയതയുമായും കൂടിച്ചേരുന്നവരാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പിന്നെ എന്താണ് ഉറച്ച സ്വരത്തിൽ SDPI പിന്തുണ വേണ്ട എന്ന് പറയാനാകാത്തത്? മഹാരാജാസ്ലി അഭിമന്യുവിനെ മറന്നതാണോ? തൊടുപുഴയിലെ കൈവെട്ട് കേസിൽ ഭീകരവാദം തെളിഞ്ഞതല്ലേ? പുതിയ കുപ്പിയിൽ അണിഞ്ഞൊരുങ്ങിയ പോപ്പുലർ ഫ്രണ്ടാണ് SDPI എന്നതിൽ ഇനിയും സംശയങ്ങളുണ്ടോ? ഇല്ലാത്ത കാര്യം ഉന്നയിച്ച ചർച്ച മാറ്റാൻ പ്രതിപക്ഷ നീക്കമാണെന്നും വികസനമാണ് LDFന്റെ ചർച്ചയെന്നുമുള്ള നിലപാട് തടി രക്ഷിക്കലാണ്. SDPI നീക്കുപോക്കോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് VR അനൂപ്, ലീഗ് പ്രതിനിധി ഷാഫി ചാലിയം, PT തുഫൈൽ, ഇടത് നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ KT കുഞ്ഞിക്കണ്ണനിലേക്ക് പോകുന്നു. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നിങ്ങൾ SDPIയുടെ പിന്തുണ സ്വീകരിക്കുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിക്കകത്തുള്ള ഘടകകക്ഷികളുമായി കൃത്യമായി ധാരണയെത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷവും ക്ഷേമോന്മുഖവും വികസനോന്മുഖവുമായ ഒരു നയത്തെ മുൻനിർത്തിയാണ്. ആ നയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കേരളത്തിൽ ഭരണത്തുടർച്ചയുണ്ടാക്കണം എന്ന രാഷ്ട്രീയത്തെ മുൻനിർത്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ രാഷ്ട്രീയമായ അങ്ങേയറ്റം ആശയ പാപ്പരത്വം ബാധിച്ച ആളുകളായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന്റെ ആരംഭഘട്ടം മുതൽ അവരെന്താ പറഞ്ഞത്? BJPയുമായി ഡീലുണ്ട് എന്ന്. മല്ലികാർജുന ഖാർഗെ തന്നെ കോഴിക്കോട്ടെ കടപ്പുറത്ത് വന്ന് കോഴിക്കോട്ടെ ജനങ്ങളോട്, അതും കോലിബീഡിയൊക്കെ തന്നെ അനുഭവങ്ങളിലൂടെ കടന്നു പോന്ന ആ ചരിത്രബോധമുള്ള ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? ഇവിടെ ഡീലാണെന്നാണ് BJPയുമായിട്ട്. ആർക്കാണ് BJPയുമായിട്ട് ഡീലെന്ന് കേരള സമൂഹം, കേരളത്തിലെ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം തന്നെ വളരെ വിശദമായി കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്യുക. ആ ചർച്ചകളിലൂടെ എത്തപ്പെട്ടിരിക്കുന്ന ഒരു പൊതുബോധം എന്താണ്? BJPയുമായിട്ട് ചരിത്രപരമായി ബന്ധമുണ്ടാക്കിയിട്ടുള്ളത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിന്റെ ജനിതക ഘടനയിൽ തന്നെ ഹിന്ദുത്വവുമായിട്ടുള്ള ബന്ധം അന്തർലീനമാണ്, ആർക്കും നിഷേധിക്കാനാവാത്തതാണ്. മദൻ മോഹൻ മാളവിയെ പോലുള്ള ഒരു കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ മുൻകൈയെടുത്തുണ്ടാക്കിയ സംഘടനയുടെ പേരാണ് ഹിന്ദു മഹാസഭയെന്ന്. ഗാന്ധിയെ കൊന്ന സംഘടനയാണത്. ഗാന്ധിയെ കൊന്ന സംഘടന ഉണ്ടാക്കിയത് കോൺഗ്രസ് നേതാവായിരുന്നു എന്ന കാര്യം നമ്മൾ ആരും മറന്നുപോകരുത്. അങ്ങനെയുള്ള കോൺഗ്രസ് കേരളത്തിൽ 1960 മുതൽ എങ്ങനെയാണ് ഈ BJPയുമായി ഡീൽ ഒപ്പിച്ചത് എന്നതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യാണ്. അപ്പോൾ ആ വാദം പൊളിയുമ്പം പുതിയൊരു വാദമായിട്ട് വരികയാണ്. എന്താണ്? ഡീല് SDP ആയിട്ടാണ്, ഡീല് ജമാഅത്ത് ഇസ്ലാമി ആയിട്ടെന്നാണ്. അങ്ങനെ തിരിച്ചും മറച്ചും കുത്തി ഈ തെരഞ്ഞെടുപ്പിലെ കേന്ദ്ര പ്രമേയമായിട്ടുള്ള വികസനത്തെയും ക്ഷേമത്തെയും മുൻനിർത്തിയുള്ള നിയോ ലിബറലിസത്തിന് ബദലായിട്ടുള്ള ഇടതുപക്ഷ ബദലിനെ കുറിച്ചുള്ള ഒരു ചർച്ച, ഒരു രാഷ്ട്രീയമായ ഒരു അന്തരീക്ഷം അതിനെ അങ്ങ് കെടുത്തിക്കളയാമോ എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിക്കുന്നത്. അതൊന്നും കേരളത്തിൽ നടക്കില്ല. നിങ്ങളുടെ അവസരവാദപരമായ രാഷ്ട്രീയം, നിങ്ങളുടെ ആശയപരമായ പാപ്പരത്വം, അതെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ SDPI ബന്ധവും ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഞാൻ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ടാണ് 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ മുന്നണിക്ക് പുറത്തുള്ള ആരുമായിട്ട് ചർച്ച ചെയ്തിട്ടല്ല ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. മതനിരപേക്ഷമായ ഒരു ജനാധിപത്യ കാഴ്ചപ്പാട്, ക്ഷേമോന്മുഖമായ ഒരു വികസന കാഴ്ചപ്പാട്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ വിഷയത്തെ മാറ്റി രാഷ്ട്രീയ അന്തരീക്ഷത്തെ ചില ഡീലുകളിൽ കെട്ടിയിടാനുള്ള കനകലുവിന്റെ തന്ത്രമൊന്നും ഈ കേരളത്തിലെ ജനങ്ങളുടെ പ്രബുദ്ധതയ്ക്ക് മുമ്പിൽ വിലപ്പോവുമെന്ന് ഞങ്ങൾ കാണുന്നില്ല. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, എന്റെ ചോദ്യം നേരിട്ടുള്ള ചോദ്യമായിരുന്നു. SDPIയുടെ പിന്തുണ സ്വീകരിക്കുമോ ഇല്ലയോ? SDPI പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളാരും അറിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് SDPIയുടെ നേതാക്കൾ ആരും ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയുടെ സാധ്യതയും ഞങ്ങളുടെ മുമ്പിലില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, CPMന്റെ ഉത്തരവാദപ്പെട്ട
നേതാക്കൾ തന്നെ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഒരു രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരൊറ്റ വർഗീയ കലാപം പോലുമില്ലാത്ത ഇന്ത്യയിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ വളരെ വളരെ വിസ്മയകരമായ ഒരു സമൂഹമാണ് കേരളം. മതത്തിന്റെ പേരിൽ, വർഗീയമായ ചേരിതിരിവിന്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാവാത്ത, കലാപങ്ങൾ ഉണ്ടാവാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ്. ആ സംസ്ഥാനം അങ്ങനെയായിരിക്കുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കറകളഞ്ഞ മതനിരപേക്ഷ നിലപാടാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. ഞങ്ങളുടെ കേന്ദ്ര പ്രശ്നം BJP പ്രതിനിധീകരിക്കുന്ന, കേന്ദ്ര സർക്കാർ പ്രതിനിധീകരിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കും മറ്റിതര ജനസമൂഹങ്ങൾക്കുമെതിരായിട്ടുള്ള, ബഹുസ്വരതയ്ക്കെതിരായിട്ടുള്ള അവരുടെ കടന്നാക്രമണമാണ്. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും ഉപജീവന ഉപാധികളെ മുഴുവൻ തകർത്ത് കളയുന്ന അവരുടെ കോർപ്പറേറ്റ് നയങ്ങളാണ്. ഫെഡറലിസത്തെ തന്നെ നിഷേധിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും പദ്ധതി വിഹിതവും നിഷേധിക്കുന്ന നയങ്ങളാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായും മുന്നോട്ട് വെക്കുന്നത്. അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞങ്ങൾ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, 2025 നവംബർ 21 CPIM ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. അത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു. വർഗീയതയോട് സന്ധിയില്ല എന്നാണ് അതിന്റെ തലക്കെട്ട്. ജമാഅത്തെ ഇസ്ലാമി, SDPI, RSS, BJP എന്നിവരുമായി സഹകരണം വേണ്ട എന്ന സർക്കുലറാണ് ഇറക്കിയിരുന്നത്. അപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആ സർക്കുലറിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. ഒരു തരത്തിലുള്ള ധാരണയും വർഗീയ കക്ഷികളുമായി വേണ്ട എന്ന നിർദ്ദേശം CPM നൽകുന്നു എന്നുള്ളതാണ്. ഭരണ തുടർച്ചയ്ക്ക് തദ്ദേശ വിജയം അനിവാര്യമാണെന്നും ഒരു വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്നുമാണ് ആ സർക്കുലർ കൃത്യമായി പറയുന്നത്. 2021 തുടർഭരണം കിട്ടിയതിൽ പ്രധാന കാരണമായത് തദ്ദേശ വിജയമാണ്. ഒരു വീഴ്ചയും ഇത്തവണ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അതിൽ കൃത്യമായി പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു സർക്കുലർ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM ഇറക്കുമോ? CPM അങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടല്ലോ. അത് സ്മൃതിയുടെ കയ്യിൽ എത്തിച്ചിട്ടില്ലേ ബന്ധപ്പെട്ട ആൾക്കാർ? പാർട്ടി സെന്ററിൽ വിളിച്ചു ചോദിക്കുക ആ സർക്കുലർ എന്താണ് സ്മൃതിയുടെ അടുത്തെത്താത്തത്. സ്മൃതി ഈ ചർച്ചയിൽ അനാവശ്യമായ നറേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട. അങ്ങനെയുള്ള ആഖ്യാന നിർമ്മിതിയുടെ കൗശലമൊന്നും ഈ ചർച്ചയിൽ ഉന്നയിച്ച് നിങ്ങളെപ്പോലുള്ളവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPMന്റെ പ്രഖ്യാപിതമായ നിലപാടുകൾ 2025 ഇറക്കിയ സർക്കുലർ ഞാൻ വായിക്കുമ്പോൾ അങ്ങെന്തിനാണ് പ്രകോപിതനാകുന്നത്? ഇപ്പോൾ അങ്ങനെ ഒരു സർക്കുലർ ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ? എനിക്കറിയില്ല, അങ്ങ് പറഞ്ഞോളൂ. അല്ല, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ജീവിതം വെച്ച് നടത്തുന്ന ഒരു പണിയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം. അല്ലാതെ എനിക്കിതൊരു തൊഴിലല്ല. എനിക്കത് തർക്കമില്ലല്ലോ. ഞാൻ അങ്ങയോട് നല്ല ബഹുമാനത്തോടു കൂടി തന്നെയാണ് സംസാരിച്ചത്. 2025 ഒരു സർക്കുലർ വായിക്കുമ്പോൾ അങ്ങ് എന്തിനാണ് പ്രകോപിതനാകുന്നത്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ? അത് വ്യക്തികൾ സ്മൃതി, അത് ബഹുമാനത്തിന്റെ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബഹുമാനത്തിന്റെ അംഗീകരണത്തിന്റെ ഒന്നും പ്രശ്നമല്ല. ഈ സമൂഹം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമുണ്ട്. ആ കാഴ്ചപ്പാട് എന്താണെന്ന് ഇടതുപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. 2026 സർക്കുലർ എന്റെ കയ്യിലില്ല, അങ്ങ് വായിച്ചാൽ മതി എന്ന ഒരു നയം കേട്ടി. എനിക്ക് അറിയാത്ത കൊണ്ടാണ്, അങ്ങ് വായിച്ചോളൂ. 26 സർക്കുലർ ഞാൻ പാർട്ടി അല്ല സ്മൃതി മനസ്സിലാക്കേണ്ടത്, ഈ പാർട്ടി സർക്കുലർ ചാനൽ ചർച്ചയിൽ വായിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾക്ക് പാർട്ടിക്ക് അതിൻ്റെതായ സംഘടനാ സംവിധാനമുണ്ട്. എന്നാൽ പാർട്ടി ഔദ്യോഗികമാർക്ക് ഇരിക്കുന്ന എത്രയോ പത്രപ്രസ്താവനയുണ്ട്. നിങ്ങളുടെ റിപ്പോർട്ടർമാരും ആ പത്രസമ്മേളനത്തിൽ പോയിട്ടിരിക്കുമല്ലോ. ആ പത്രസമ്മേളന റിപ്പോർട്ടിലൊക്കെ എന്താണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് മതനിരപേക്ഷ ജനാധിപത്യ നിലപാടിൽ നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ്. മതനിരപേക്ഷതയാണ്, ക്ഷേമ വികസനം പോലെ തന്നെ മതനിരപേക്ഷതയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വെക്കുന്നത്. ചില ഘട്ടങ്ങളിൽ ചിലരെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കും. ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതിപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, 2018 കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. 2018 കൃത്യമായ നിർദ്ദേശം, ഒരു തരത്തിലും അങ്ങനെ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് SDPയുടെ പിന്തുണ അവർ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ UDF അത് വേണ്ട എന്ന് വെക്കുന്നുണ്ട്. അത് പ്രതിപക്ഷ നേതാവാണ് വാർത്താ സമ്മേളനം നടത്തി ഞങ്ങൾക്ക് ആ പിന്തുണ വേണ്ട, ഞങ്ങളത് സ്വീകരിക്കുന്നില്ല എന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദമാക്കിയത്. അങ്ങനെ ഒരു വാർത്താ സമ്മേളനം കണ്ടിട്ടില്ല. അഥവാ സർക്കുലർ ഉണ്ടെങ്കിൽ അങ്ങേക്ക് പറയാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. വളരെ വിനയത്തോടു കൂടി തന്നെയാണ് അങ്ങോട്ട് ചോദിച്ചത്. 2026 എന്റെ മുമ്പില് സ്മൃതി ഔദ്യോഗികമായി തന്നെ പറഞ്ഞിട്ടുണ്ട്.
MABB പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഔദ്യോഗികമായി തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോടെയല്ല മത്സരിക്കുന്നത്. ഞങ്ങൾ ആരെയും ഞങ്ങൾക്ക് പിന്തുണ നൽകണം, വോട്ട് നൽകണം എന്ന് പറഞ്ഞ് സമീപിച്ചിട്ടില്ല. ശരി, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശരി, നിങ്ങളെ സമീപിച്ചോ എന്നുള്ള ചോദ്യമുണ്ട്. നിങ്ങൾ സമീപിച്ചോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവർ ഇങ്ങോട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. അവർക്ക് ഓരോ കാലത്തും ഒരു രാഷ്ട്രീയ ആലോചനകൾ ഉണ്ടാകും. അപ്പോൾ ആ ആലോചനയിൽ ഇത്തവണ LDFന്റെ തുടർഭരണം വരട്ടെ. അങ്ങ് ആ പ്രതികരണം കണ്ടില്ലേ? തുടക്കത്തിൽ ഞാൻ കാണിച്ചല്ലോ. തുടർഭരണം നല്ലതാണ് എന്ന് പറയുന്ന SDPയുടെ നേതാവിന്റെ പ്രതികരണമാണ് ഞാൻ കൊടുത്ത. ഉത്തരവാദപ്പെട്ട നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ആ പിന്തുണ സ്വീകരിക്കുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രാഥമികമായ ചോദ്യമാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് VR അനൂപ്, ഇന്ന് രമേശ് ചെന്നിത്തലയാണ് SDPയുടെ പിന്തുണ CPM നേടുന്നു അല്ലെങ്കിൽ LDF നേടുന്നു എന്നുള്ള കാര്യം പറഞ്ഞത്. 118 നേരത്തെ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പറഞ്ഞവർ 34 അത് ചുരുക്കുന്നത് CPMനെ സഹായിക്കാനാണ് എന്നതിന്റെ കൃത്യമായ തെളിവുകൾ നിങ്ങളുടെ പക്കലുണ്ടോ? അതിലേക്ക് ഞാൻ വരാൻ സ്മൃതി. അതിനു മുൻപ് ചരിത്രത്തിലും സംസ്കാര പഠനത്തിലും വേണ്ടത്ര അവഗാഹം ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന ആദരണീയനായൊരു പൊതുപ്രവർത്തനാണല്ലോ സഖാവ് KT കുഞ്ഞിക്കണ്ണൻ. പക്ഷെ അദ്ദേഹം പോലും സംസാരിക്കുന്നത് ഒരു ശരാശരി കമ്മ്യൂണിസ്റ്റുകാരൻ വെച്ച് പുലർത്തുന്ന അഹങ്കാരത്തിൻ്റെയും ഔദത്യത്തിൻ്റെയും ഭാഷയിലാണെന്നേ അദ്ദേഹം പറഞ്ഞത് സ്മൃതി ശ്രദ്ധിച്ചോ? കോൺഗ്രസിൻ്റെ ജനിതക ഘടന, കോൺഗ്രസിൻ്റെ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ജനിതകവും ജാതകവും പരിശോധിക്കുന്നതിന് മുമ്പ് സ്വയം ജാതകം തിരയണമെന്നേ. ഇപ്പൊ കേരളത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയവുമായി തുടക്കം മുതലേ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ നീക്കുപോക്കുകളുടെ വലിയ ചരിത്രമുണ്ട്. ഞാനിരിക്കുന്നത് തൃശ്ശൂർ സ്റ്റുഡിയോയില. തൃശ്ശൂരിന്റെ ആദ്യത്തെ MLA ആരാണെന്നറിയോ? KT കുഞ്ഞിക്കണ്ണൻ സഖാവിന് അറിയാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഡോക്ടർ AR മേനോൻ. 1957 ഡോക്ടർ AR മേനോൻ എന്ന് പറയുന്ന സ്വതന്ത്രം മത്സരിക്കുന്നത് ഹിന്ദു മഹാസഭയുടെ പിന്തുണയോട് കൂടിയാ. തൃശ്ശൂരിലെ AR മേനോൻ റോഡുണ്ട്, കേരളത്തിന്റെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയാ. അപ്പൊ 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വരുന്നത് ഹിന്ദു മഹാസഭയുടെ കൂടി പിന്തുണയുള്ള സ്വതന്ത്രന്റെ കൂടി പിൻബലത്തിലാണെന്നേ. ഇതൊക്കെ കേരളത്തിലെ ഇടതു മേധാവിത്വമുള്ള ഈ പറയുന്ന കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഇതിനെയൊക്കെ മൂടിയിരിക്കുകയാണെന്നേ. കേരളത്തിലൊരു വലിയ അത്തരം തുടക്കം മുതലേ ഹിന്ദുത്വ രാഷ്ട്രീയവുമായി നടത്തിയ എൻഗേജ്മെന്റുകളുടെ ഈ പറയുന്ന ഒരു വലിയ ചരിത്രമുണ്ട്. അത് ഇപ്പോൾ നീണ്ടു നിൽക്കുകയാണെന്നേ. ഇപ്പോഴും 1987 EMSന്റെ ഈ പറയുന്ന ഗവൺമെന്റ് ശരീഅത്തിനെതിരെ നടത്തിയ വിമർശനമുള്ള അതൊരു ന്യൂനപക്ഷ വിരുദ്ധ മുന്നണിയായി സ്ഥാപിക്കുന്നതിന്റെ വലിയ ചരിത്രമുണ്ട്. ഈ 1957 പ്രശ്നത്തിൽ ഈ പറയുന്ന സമീപനം തെറ്റാണ് എന്ന് പറയാൻ KT കുഞ്ഞിക്കണ്ണനെ പോലൊരു സഖാവിന് കഴിയുമെന്നുള്ളതാണ് ചോദ്യം. ഇനി നമുക്ക് SDPIയുടെ വിഷയത്തിലേക്ക് വരാം. SDPIയുടെ വിഷയം ഒറ്റയ്ക്ക് ഞാൻ എടുക്കുന്നില്ല. SDPIയുടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ, അതുപോലെ PDPയുടെ കാര്യം എന്താണ് ഇവരുടെ നിലപാട്? നേരത്തെ സ്മൃതി തന്നെ വിശദീകരിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI നിരുപാധികമായി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അവരെടുത്തൊരു പൊസിഷൻ എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ സംഘപരിവാർ മുന്നണിയെ തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരു മുന്നണി എന്നുള്ള രീതിയിൽ അവർ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഞങ്ങൾ കോൺഗ്രസിന് എല്ലാ മണ്ഡലങ്ങളിലും പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന SDPയുമായി രഹസ്യ ബാന്ധവത്തിലാണ് എന്ന് ആരോപിച്ച ആളുകളാണ്. അതിനെ തുടർന്ന് ഞങ്ങൾ നേരത്തെ സ്മൃതി അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അതിന് നിഷേധിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി. പക്ഷെ അപ്പോൾ SDPI ആ പിന്തുണയിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പിന്തുണ തുടർന്നൊരു സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ പരസ്യമായി തള്ളി പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അപ്പൊ അതേ SDPI ഇന്ന് പിന്തുണയ്ക്കുമ്പോൾ V ശിവൻകുട്ടി പറയുന്നത് എന്താ? V ശിവൻകുട്ടി പറയുന്നത് ആരുടെ പിന്തുണയും സ്വീകരിക്കുന്ന. അപ്പൊ ഞങ്ങൾക്കാരെങ്കിലും പിന്തുണ തരുമ്പോൾ അതൊരു വലിയ രഹസ്യ ബാന്ധവും, അത് അവിശുദ്ധ ബന്ധം. പക്ഷേ ഇവരെയാണ് പിന്തുണയ്ക്കുന്നതെങ്കിൽ അത് അനിവാര്യമായി പിന്തുണയ്ക്കേണ്ട കാര്യം. ഇത് SDPയുടെ കാര്യം. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുമായി CPMനുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട്? അത്തരം ഒരു ബന്ധം ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ? ദേശാഭിമാനിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടിനെ പ്രകീർത്തിക്കുന്ന ലേഖനം വന്നിട്ടുണ്ട്. മറിച്ച് മാധ്യമം പത്രം ഈ പറയുന്ന ഇടതുപക്ഷ നിലപാടിനെ പ്രകീർത്തിച്ചുകൊണ്ട് ലേഖനം വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ വെൽഫെയർ പാർട്ടി അടക്കം ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനം സ്വന്തം നിലയ്ക്ക് സ്വീകരിച്ചപ്പോൾ അവർ ഏറ്റവും വലിയ കൊള്ളരുതാത്തവരായി ഞങ്ങളുമായി അവിശുദ്ധ ബാന്ധവമുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അബ്ദുൾ നാസർ മദനിയുമായി ബന്ധപ്പെട്ട് അബ്ദുൾ നാസർ മദനിയെ തമിഴ്നാട് സർക്കാരിന് പിടിച്ചു കൊടുത്തത് ഏറ്റവും വലിയ ഭരണ നേട്ടമായി പരസ്യം ചെയ്ത പബ്ലിക് റിലേഷൻസ് വകുപ്പുണ്ടായിരുന്ന EK നായനാരുടെ ഗവൺമെന്റാ. ഇപ്പോ അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ഈ പറയുന്ന ഒരു ബന്ധമുണ്ടാക്കുന്നവരോട് പിന്തുണ സ്വീകരിക്കുന്നതിന് അവർ കുഴപ്പമില്ലാത്ത കക്ഷികളാണ് സർട്ടിഫൈ ചെയ്യുന്നതിന് അവർക്ക് വിരോധമില്ലെന്നേ. ഇവരെല്ലാ കാലത്തും എടുത്ത് ഏത് രാഷ്ട്രീയ സമീപനതാണ് ഞങ്ങളുമായി
ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഏത് മുന്നണിയെയും ഏത് ബന്ധത്തെയും അത് വിശുദ്ധവൽക്കരിക്കും. അത് ഞങ്ങളുമായി പിണറായി വിജയൻ തന്നെ ഏറ്റവും അവസാനം പറഞ്ഞു, ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിട്ടുണ്ട്, പക്ഷെ ഞങ്ങളെ അവർ എതിർക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ അവരെ എതിർക്കാൻ തുടങ്ങിയത്. അത്രയേ ഉള്ളൂന്നേ. ഇവരെ സംബന്ധിച്ച് ഇവർക്കെതിരെ ഒരു രാഷ്ട്രീയമായ എതിർപ്പ് ഉയർത്തുന്ന നിമിഷം മുതൽ അവരെ ഭീകരവാദ മുദ്ര ചാർത്തും, അവരെ തീവ്രവാദ മുദ്ര ചാർത്തും. അതേസമയം ഇവരുമായി യോജിച്ചു നിൽക്കുന്ന സമയം മുതൽ അവർക്ക് ഈ പറയുന്ന വലിയ പരമായ രാഷ്ട്രീയമായ പാവറത ലഭിക്കും. ഈ ഇരട്ടത്താപ്പ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് ഈ ഇലക്ഷനിൽ ഞങ്ങൾ കൃത്യമായൊരു നിലപാട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ഈ പറയുന്ന സംഘടനാ ഭേദമന്യേ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം, കേരളത്തിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഞങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നതിന് കാരണം ഈ കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് സംഘപരിവാർ ശക്തികൾക്ക് സർക്കാർ ഭരണത്തിൽ ഇടപെടാൻ കിട്ടിയ ഒരു സുവർണ അവസരമായിരുന്നു എന്നുള്ള തിരിച്ചറിവിനെ തുടർന്ന് സ്വാഭാവികമായി വരുന്ന പിന്തുണയുണ്ടെന്നേ. ഞങ്ങൾ ആ പറയുന്ന പിന്തുണയിൽ, ജനങ്ങളുടെ പിന്തുണയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പക്ഷേ ഇവിടെ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ ഇവർ പുലർത്തുന്ന നിലപാടുകളുണ്ട്. ഇപ്പൊ TP സെൻകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. സ്മൃതി അത് കണ്ട് കാണുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ? കേരളത്തിൽ പ്രാഥമികമായി തോൽപ്പിക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയക്കാരനാണ് VD സതീശൻ എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ആ പട്ടികയിലില്ല. ഇതൊരു ഒറ്റപ്പെട്ട നിലപാടല്ലെന്നേ. ഇവർ ആക്രമിക്കുന്ന ആരെയാ? കഴിഞ്ഞ 1-2 ദിവസമായി കേരളത്തിലെ സംഘപരിവാറുകാരും ഇവിടുത്തെ CPM-കാരും ഒരേ ഭാഷയിൽ ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ എടുക്കുന്ന നിലപാട് രാഷ്ട്രീയമായി തന്നെയാണെന്നാണ്. അപ്പൊ ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇടത് ഇരട്ടത്താപ്പുകൾ, ഇടത് കാപട്യങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ സംബന്ധിച്ചു. ശരി, PT തുഫൈൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പലതരത്തിലുള്ള സഹകരണം അല്ലെങ്കിൽ നീക്കുപോക്ക് അതിന്റെ സൂചനകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ വ്യക്തത വരുത്തുകയാണ് വേണ്ടത്. ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ RSS പരിപാടിയിൽ പങ്കെടുത്തുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് സമയമെടുത്താണ് അതിലൊരു വിസ്തീർണം നൽകിയത്. ആ വിസ്തീർണത്തിൽ നോട്ടീസ് അടക്കം കൊണ്ടുവന്ന ശേഷം ആ വിസ്തീർണം നൽകുന്നു. അപ്പോൾ അതിലൊരു സമയമെടുക്കുന്നുണ്ട്. ആ സമയത്തിൽ മുഴുവൻ ആ ചർച്ച അതിലേക്ക് വരുന്നു. അപ്പോൾ ഇപ്പോൾ തിരിച്ചു വരുന്ന ഒരു ആരോപണം എന്നുള്ളത്, തിരിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട പുറത്തു വന്നിരിക്കുന്ന വിവരം എന്നുള്ളത് SDPI എടുത്തിരിക്കുന്ന നിലപാടാണ്. SDPI തന്നെ അത് പരസ്യമായി പറയുകയും ചെയ്തിരിക്കുന്നു. ആ പിന്തുണ സ്വീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അത് വേണ്ട എന്ന് പറയാതെ ഞങ്ങൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുള്ള വിശദമായ മറുപടി അത് മതിയാകുമോ തുഫൈൽ? അല്ല, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആർക്കും ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതേസമയം തന്നെ ഇടതുപക്ഷം അതിന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ആണെങ്കിലും മറ്റു നേതാക്കളാണെങ്കിലും SDPI-യുമായിട്ട് യാതൊരു നീക്കുപോക്കും ഇല്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. നമ്മൾ അതിന്റെ ഒരു പ്രക്രിയയിൽ കാണുന്നത് വെച്ചാൽ SDPI അല്ലെങ്കിൽ PDP പോലെയുള്ള സംഘടനകൾക്ക് ജമാഅത്തെ ഇസ്ലാമി പോലെ അല്ല. മുസ്ലിം സംഘടനകളിൽ SDPI ആണെങ്കിലും PDP-ക്കൊക്കെ ആണെങ്കിലും ഒരു ക്ലാസ് ക്യാരക്ടർ ഉണ്ട്, ഒരു വർഗ സ്വഭാവം ഉണ്ട്. ഇനിയിപ്പോ അവര് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഉന്നയിക്കുന്ന ഒരു ഇടത് ഹിന്ദുത്വ എന്നവർക്ക് ഒരു ആഖ്യാനത്തിൽ വഴിപ്പെട്ട് പോവുകയാണെങ്കിൽ പോലും അവർക്ക് വോട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴോ അവർക്ക് UDF-മായിട്ടോ അല്ലെങ്കിൽ മറ്റു വലത് കക്ഷികളായിട്ടോ അവർക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം അവിടെ ഒരു ക്ലാസ് ക്യാരക്ടർ അതിന്റെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ ആണെങ്കിലും കോൺഗ്രസിന്റെ ഒക്കെ ആണെങ്കിൽ തന്നെ ഒരു സമ്പന്ന സ്വഭാവമൊക്കെ അതിലുള്ളതുകൊണ്ട് അവർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഇടതുപക്ഷത്തിന് അവർക്ക് നാച്ചുറൽ ചോയ്സ് ആയിട്ട് വോട്ട് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അതെന്തെങ്കിലും രാഷ്ട്രീയ നീക്കുപോക്കുണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ആയിരിക്കില്ല. അവരുടെ വർഗ സ്വഭാവം കൊണ്ട് അവർക്ക് ഇടതുപക്ഷത്തോട് മാത്രമേ ചേർന്ന് പോകാൻ പറ്റുള്ളൂ പറഞ്ഞതുപോലെ PDP-യുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന വിലയിരുത്തൽ ഇപ്പോൾ ഇടതുപക്ഷം നടത്തുന്നുണ്ട്. PDP പഴയ PDP അല്ല, മാറിയ PDP ആണ്, പിന്തുണ സ്വീകരിക്കാം എന്നാണ് പറയുന്നത്. അല്ല, PDP മാറിയെന്നോ SDPI മാറിയെന്നോ ഞാൻ പറയുന്നില്ല. അവർക്ക് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യല്ലാതെ മറ്റൊരു ചോയ്സ് അവരുടെ മുമ്പിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതേസമയം ഇടതുപക്ഷത്തിന് അവരുടെ വോട്ട് വേണ്ട എന്ന് നിഷേധിക്കാൻ ഒരു പാർട്ടിക്കും പറ്റില്ല. അവർ തമ്മിൽ എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാവുന്നുണ്ടോ, ഇടതുപക്ഷം അവരുടെ ഐഡിയോളജിയിൽ അതിന് പേരിൽ എന്തെങ്കിലും വെള്ളം ചേർക്കലുകൾ നടത്തുന്നുണ്ടോ എന്ന കാര്യമേ നമുക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സ്ഥാനാർത്ഥിയെ മാറ്റുന്നത് അടക്കമുള്ള തീരുമാനങ്ങൾ ഒരു ചർച്ചയില്ലാതെ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു എന്ന മട്ടിൽ ഒരു പാർട്ടി നടപ്പാക്കുമോ? അങ്ങൊന്ന് പറയൂ. SDPI സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു, അതിൽ റോഡ് ഷോ അടക്കം നടത്തിയ ശേഷം സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. ചിലയിടത്ത് അവർക്ക് കൂടി താല്പര്യമുള്ള സ്ഥാനാർത്ഥി അവിടെ സ്ഥാനാർത്ഥിയായി, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു. മങ്കടയിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു ആരോപണം, വേങ്ങരയിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു ആരോപണമുണ്ട്. ആ ആരോപണത്തിൽ അതിന് കൃത്യമായ മറുപടി പറയാൻ സാധിക്കുന്നുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉയരും. ഇത് ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടിയാണ്. ഇപ്പുറത്തേക്ക് തിരിച്ച് ഉന്നയിച്ച ആരോപണങ്ങൾ പോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടി നൽകേണ്ടതില്ലേ? ഈ പിന്തുണ
ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങളിതാ എന്നാ ഇത്ര സീറ്റിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കൂ എന്ന രൂപത്തിലുള്ള ചർച്ചയായി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചിലയിടത്ത് ഈ നീക്കുപോക്കുകൾ എന്ന് പറയുമ്പോൾ ചിലയിടത്ത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു, സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു. അതിനെ അങ്ങ് ഏത് പേരിട്ട് വിളിക്കും? തീർച്ചയായിട്ടും ഈ സംഗതി തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ, മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം നടക്കുന്നുണ്ട്. അത് നമ്മൾ ആഴത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു പോലും മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥി നൽകപ്പെടണം എന്നൊരു സാഹചര്യം എങ്ങനെയാണ് കേരളത്തിൽ രൂപപ്പെടുന്നത് നോക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ വലിയ രീതിയിൽ ഇവിടെ ഇസ്ലാം വിരുദ്ധതയാണ്, ഇസ്ലാമോഫോബിയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും, കാസ പോലെയുള്ള സംഘടനകളൊക്കെ എമേർജ് ചെയ്ത് വന്നെങ്കിൽ പോലും ഇവിടെ മുസ്ലിങ്ങൾക്ക് വിരുദ്ധമായിട്ടൊരു ഏകീകരണം ഒരു സമുദായത്തിന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ മുസ്ലിം വോട്ട് ഭയങ്കരമായിട്ട് ഏകീകരിക്കപ്പെട്ടു. അതെങ്ങനെയാണ് നമ്മൾ പരിശോധിക്കണം. അതിന് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ മീഡിയ വൺ പോലെയുള്ള അവരുടെ ചാനലുകൾ ഒക്കെ നടത്തുന്ന വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രൊജക്ട് ഉണ്ട് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടിയിട്ട്. മുസ്ലിങ്ങളിൽ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഇസ്ലാമൈസേഷൻ നടക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതിന് കോൺഗ്രസ് പ്രതിപക്ഷ വി ഡി സതീശൻ പോലെയുള്ള ആളുകൾ അതിനെ വെള്ളപൂശുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് ഇത് വലിയൊരു ത്രട്ടായിട്ട് വേണം നമ്മൾ കാണാൻ. താരതമ്യം നടത്തൂ. SDPI ആണോ ജമാഅത്തെ ഇസ്ലാമിയും SDPI തമ്മിൽ ഒരു താരതമ്യം അങ്ങ് നടത്താമോ? അതിൽ ആരാണ് അപകടകാരി ഒന്ന് പറയാമോ തുഫൈൽ? തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിയാണ് അതിൽ ഏറ്റവും അപകടകാരി. കാരണം ഈ SDPI ആണെങ്കിലും PDP ആണെങ്കിൽ പോലും ഇതിന്റെ എല്ലാം ഭൗതിക കേന്ദ്രം വരുന്നത് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നാണ്. അതെല്ലാം അതിന്റെ ഒരു ഓഫ് ഷൂട്ട് മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കുന്ന ആശയങ്ങളുടെ ഒരു വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞ പോലെ അതിന്റെ ഒരു വർഗ സ്വഭാവത്തിലുള്ള ഒരു പടയാളികൾ മാത്രമാണ് SDPI PDP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ മുന്നിൽ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഒരു വർഗീയ ലഹള ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന വിഭാഗത്തിനെതിരെ ആക്രമണോത്സുകമായ പ്രതികരണങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. അവർക്ക് ഇരവാദമുണ്ട്, അത് ശരിയാണ്. അവരെ സംബന്ധിച്ച ആ ഇരവാദം അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. അത് ചില ഉദാഹരണങ്ങൾ സഹിതം അവർ പറയാറുമുണ്ട്. അതല്ലാതെ ഒരു തരത്തിൽ അപ്പുറത്ത് നിൽക്കുന്നവർക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പ്രതികരണങ്ങൾ, അവരെ അത് തീർക്കണം എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഞാൻ കേട്ടിട്ടില്ല. അതേ സമയം PDP ആയാലും ഒരു ഘട്ടത്തിൽ നടത്തിയിരുന്നു. SDPI എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, SDPIയിലെ ആളുകൾ ഏതൊക്കെ കേസുകളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ് അങ്ങനെ ഒരു താരതമ്യമായി അതിൻ്റെ ബുദ്ധികേന്ദ്രം ഇപ്പുറത്താണ് എന്നങ്ങ് പറയുമ്പോൾ ആ ഒരു ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് കരുതാമോ? ഈ RSSും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരു താരതമ്യം, ആ രൂപത്തിൽ താരതമ്യം നടത്താൻ പറ്റുമോ? അങ്ങനെ ഒരു താരതമ്യം ഇവിടെ നടക്കുന്നുണ്ട്. അത് ഈ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ഒരിക്കലും അവരുടെ പ്രസ്താവനകൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അവരുടെ മോഡസ് ഓപ്പറാൻഡി നോക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി അവരുടെ സംഘടന വളർത്തുക എന്നുള്ളത് അവരുടെ അജണ്ടയിലേ ഉള്ള സംഗതിയല്ല. ജമാഅത്തെ ഇസ്ലാമിനെ നമ്മുടെ മുസ്ലിം സമൂഹം, മുസ്ലിം ബഹുജന സമൂഹം വളരെയേറെ കാലം അവരെ അകറ്റി നിർത്തിയതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അവർ മുസ്ലിംസ് ആയിട്ട് പോലും മറ്റു മുസ്ലിം സംഘടനകൾ കണ്ടിരുന്നില്ല. അവരോട് സലാം പറയാറ് പോലും ഇല്ല. അവർ മരിച്ചാൽ പോലും അവരുടെ വീടുകളിലേക്ക് പോകാറുള്ള സുന്നി സംഘടനകൾ. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും അവരുടെ സംഘടന വളർത്തുക എന്നുള്ളത് അവരുടെ അജണ്ടയില്ല. സുന്നി സംഘടന അവരെ കളിയാക്കി പറയുന്നത് ക്ലോസറ്റിലെ വെള്ളം പോലെയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത് കൂടെയില്ല കുറയില്ല. അപ്പൊ അവർക്ക് ഭൗതിക സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒറ്റ അജണ്ട ജമാഅത്തെ ഇസ്ലാമിക്കുള്ളൂ. അതൊരു ഇന്റലക്ച്വൽ ജിഹാദ് പോലെയാണ് അവർ വരുന്നത്. അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി അപ്പുറത്തുണ്ടല്ലോ. വെൽഫെയർ പാർട്ടി അവർ വളർത്തുന്നില്ലല്ലോ. അത് എത്ര കാലത്തിന് ശേഷം? അതൊക്കെ അവരുടെ ഒരു ക്രൂക്കഡ് ഓപ്പറേഷൻ മാത്രമാണ്. വളരെ കാലം ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ പോലും പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയാണ്. സർക്കാർ ജോലി സ്വീകരിക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയാണ്. അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ട് ആണ്. അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് അവരുടെ പ്രസ്താവന നോക്കിയോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഷൂട്ട് ചെയ്ത് എന്ന് വിചാരിച്ചോ നമുക്ക് അവരെ വിലയിരുത്താൻ കഴിയില്ല. അവരിവിടെ ഉണ്ടാക്കുന്ന ഒരു ഇന്റലക്ച്വൽ ജിഹാദ് ഉണ്ട്. അത് അവർ മുസ്ലിം ലീഗിലേക്ക് വളരെ ശക്തമായിട്ടും കുഴഞ്ഞു കയറുകയും മുസ്ലിം ലീഗിനെ ഭൗതികമായിട്ട് അവർ ഹൈജാക്ക് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം. ഇത് CPM ഉയർത്തുന്ന ഒരു വലിയ ആരോപണമാണ്. ലീഗിലേക്ക് കടന്നു കയറിയിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി. എന്തിന് നിങ്ങളുടെ ചില സ്ഥാനാർത്ഥികളെ പോലും നിശ്ചയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഒരു വശത്ത് നടത്തുന്നു. ഇപ്പോൾ SDPയേക്കാൾ അപകടകരമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നൊരു നെറേറ്റീവാണ് ഇപ്പോൾ PT തുഫൈൽ പറഞ്ഞു വെക്കുന്നത്. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് ഇക്കാര്യത്തിൽ? SDPI അപകടകാരി അല്ല എന്ന് ഞാൻ പറയുന്നില്ല. SDPയേക്കാൾ എന്നങ്ങ് പറഞ്ഞു. ഞാൻ കൃത്യമായി ചോദിച്ചു. SDPയേക്കാൾ എന്നങ്ങ് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെയാണ് ചോദിച്ചത്. ഷാഫി ചാലിയം, ഇതിൽ പ്രധാനമായും ഒന്ന് പറയാനുള്ളത്, നിങ്ങൾ ഈ സഹയാത്രികൻ എന്ന് പറഞ്ഞ് ഇടത് സഹയാത്രികൻ എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ടുവരുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഇടത് പാർട്ടിയുടെ അല്ലെങ്കിൽ CPMൻ്റെ ആളുകൾ ഞങ്ങളാരും എല്ലാം അറിഞ്ഞ് തള്ളിക്കളിയും. എന്നാലോ പറയാനുള്ളത് ഇത്ര സഹയാത്രികരെ കൊണ്ട് വേറെ കേന്ദ്രത്തിലൂടെ പറയിപ്പിക്കും.
ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗിൽ നുഴഞ്ഞു കയറിയ മുസ്ലിം ലീഗിൽ എങ്ങനെ നുഴഞ്ഞു കയറാൻ കഴിയുക? എനിക്കത് മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഏറ്റവും ശക്തമായ അഭിപ്രായ വ്യത്യാസം എന്താ? മുസ്ലിം ലീഗ് അടക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേരാൻ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ജമാഅത്ത് അനുവാദം കൊടുത്തിട്ടില്ല. അതാണ് പ്രധാന പ്രശ്നം. ഞങ്ങൾ കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ഒരു ദർശനത്തിൽ ഉണ്ടാക്കിയതാണ്. ആ പാർട്ടിയിൽ ചേരാൻ ജമാഅത്തെ ഇസ്ലാമി അനുവാദം കൊടുക്കുന്നില്ല. ഞങ്ങളെ പാർട്ടിയിൽ ചേരാൻ ആ പാർട്ടി അതിന് അനുയായികൾക്ക് സമ്മതം കൊടുക്കാത്ത കാലത്തോളം എങ്ങനെ ഈ നുഴഞ്ഞു കയറുക? ഏതിലൂടെയാണ് കയറുക? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം എത്രയാണ്? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം എത്രയാണ്? മുസ്ലിം ലീഗിനെ നയിക്കുന്ന നേതാക്കളുടെ ആ പ്രൊഫൈലൊക്കെ നിങ്ങൾ നോക്കുക. ചുമ്മാ ആണ്ട് തട്ടിവിടുകയാണ്, ആണ്ട് പറഞ്ഞിട്ടേക്കുക. അതിങ്ങനെ 10 വട്ടം പറയുക, 20 വട്ടം പറയുക, 100 വട്ടം പറഞ്ഞാൽ ഏതേ പൊട്ടന്മാർ വിശ്വസിച്ചോളൂ എന്നുള്ളതിലേക്കാണ്. അതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കിട്ടിയ അടി. ഇവർ ഈ അനാവശ്യമായ ഒരു ജമായത്ത് ഓളം ഉണ്ടാക്കിയപ്പം അതിൻ്റെ ഗുണം ഇവർക്ക് കിട്ടിയോ? ഇവരൊരു വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെ ഇറക്കിയിട്ട് ഈ നാട്ടിൽ കാട്ടിക്കൂട്ടിയത് എന്താ? ഇന്നും മുഖ്യമന്ത്രിയോട് നിങ്ങളൊക്കെ ചോദിക്കേണ്ടത്. സ്മൃതിയുടെ അഭിമുഖം ഞാൻ കണ്ടു, അതേപോലെ പലതും കണ്ടു. ഈ വെള്ളാപ്പള്ളിയെ എന്തുകൊണ്ട് നിങ്ങൾ തിരുത്തുന്നില്ല? ഒരു ഗവൺമെൻറ്റിൽ തിരുത്തണ്ട്. ഇല്ലാത്ത ഒരു കണക്കുകൾ പറയാം. ഒരു സമുദായം പലതും അവിഹിതമായി നേടിക്കൊണ്ടുപോയേ എന്ന് പറയുമ്പോൾ അതിന് സമാധാനം പറയേണ്ടത്, ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി അതിൻ്റെ യാഥാർത്ഥ്യം പറയേണ്ടത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത പിണറായി വിജയൻ എന്തുകൊണ്ട് നിർവഹിച്ചില്ല എന്നൊരു ചോദ്യം മുസ്ലിം സമുദായത്തിൻ്റെ അകത്തുണ്ട്. സ്മൃതി, ഇത് ഞങ്ങളുണ്ടാക്കിയെടുത്തതല്ല. ഇതാ ഈ സമുദായം അത് കൊണ്ടുപോകുന്നു, അത് കൊണ്ടുപോയി, ഇങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞത് ശരിയോ തെറ്റോ നിഷ്പക്ഷമായി അതിൻ്റെ കണക്കുകൾ പുറത്തുവിടേണ്ടതാരാ? നാട് ഭരിക്കുന്നവരാണ്. അവർ നിശ്ചേഷ്ടരായി, നിശബ്ദരായി. ആ മൗനം ആർക്ക് പ്രയോജനം ചെയ്തു? ആ മൗനം ഒരു സമുദായത്തിലുണ്ടാക്കിയ വേദനയുടെ ആഴം എത്രയാണ്? അതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രവഹിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ നിങ്ങളെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി വന്നത്? വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എന്തിനു മറുപടി പറയണം? അയാൾ മുസ്ലിം ലീഗിനെതിരെ മാത്രമാണോ പറഞ്ഞത്? ആണോ സ്മൃതി? കൃത്യമായി അയാൾ പറഞ്ഞ പ്രസംഗമില്ലേ? മലപ്പുറത്തെത്തുമ്പോൾ ഞാൻ വീർപ്പ് മുട്ടുന്നു, മലപ്പുറത്തെത്തുമ്പോൾ ഏതോ രാഷ്ട്രത്തിലേക്ക് പോയ മാതിരി എനിക്ക് തോന്നുന്നു, മലപ്പുറത്ത് ഒരു പ്രത്യേക മാസമായാൽ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല, മുസ്ലിങ്ങളുടെ നീർച്ചകൾ പോലുള്ള ഉത്സവ പരിപാടികൾ വരുമ്പോൾ മറ്റു സമുദായക്കാർക്ക് ഒരു പെട്ടിക്കട നടത്താനും ഒരു കടലമുട്ടായി വിൽക്കാൻ പോലും അവകാശം കൊടുക്കുന്നില്ല. ഇവിടെ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഐക്യമാണ് പറഞ്ഞതെങ്കിൽ അതിന് കൂടെ ഞങ്ങൾ നസ്രാണിയെയും ചേർക്കുന്നു. അപ്പോൾ ചോദിക്കുന്നു, എന്താ മുസ്ലിമിനെ ചേർക്കാത്തെന്ന് ചോദിക്കുമ്പോൾ മുസ്ലിമിനെ ഞങ്ങൾക്ക് പേടിയാണെന്ന് പറയുന്നു. ലീഗിനെ പേടിയാണെന്നല്ല പറയുന്നത്, മുസ്ലിം ലീഗിനെ പേടിയാണെന്നല്ല പറയുന്നത്. ഒരു സമുദായം, നിങ്ങളെ CPM-ൽപ്പെട്ട ആളുകളില്ലേ മുസ്ലിങ്ങളിൽ, എന്താണ് അവരുടെ ഒരു മാനസിക നില? തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് മുഖ്യമന്ത്രി ഈ ഒരു ചോദ്യം, ഈ സമുദായത്തിനെ പേടിയാണെന്ന് പറഞ്ഞ് ലീഗിനെ പേടിയാണെന്ന് പറഞ്ഞാൽ ഓക്കെ, മുസ്ലിം സമുദായത്തിനെ പേടിയാണെന്ന് പറഞ്ഞല്ലോ. ആ പേടിയാണെന്ന് പറഞ്ഞ മനുഷ്യനെക്കുറിച്ച് ഇപ്പോഴും ന്യായീകരിക്കല്ലേ? എന്താ പറഞ്ഞത്? അയാൾ ലീഗിനെതിരെ പറഞ്ഞത്. ഇതൊക്കെ സമൂഹം കാണുന്നുണ്ട്. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ പ്രത്യേകമായി ഒരു വിവാദത്തിനും ഞങ്ങൾ തിരികൊളുത്തിയിട്ടില്ല. അതാ മനസ്സിലാക്കി. ജമായത്തും ഞങ്ങളും തമ്മിൽ ഐഡിയോളജിക്കലായിട്ട് യോജിക്കാൻ വയ്യാത്ത ഒരുപാട് മേഖലകളുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യത്യസ്ത തലങ്ങളിലെ വ്യത്യസ്ത മുസ്ലിം സംഘടനകളുമായി ഞങ്ങൾക്ക് നല്ല സൗഹാർദ്ദത്വമുണ്ട്. ഇപ്പോൾ SDPIൻ്റെ വിഷയത്തിൽ കുഞ്ഞിക്കണ്ണൻ സഖാവിനോട് നിങ്ങളൊരു ചോദ്യം ചോദിച്ചു. എനിക്ക് കുഞ്ഞിക്കണ്ണൻ സഖാവിനെ അറിയാം. മതനിരപേക്ഷതയിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്ത് ചോദിക്കുക, SDPI വോട്ട് നിങ്ങൾക്ക് വേണോ വെച്ചാൽ ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയാൻ. പക്ഷേ ഇതെന്തുകൊണ്ട് ഈ ചർച്ചയിൽ സ്മൃതി ചോദിച്ച സിമ്പിൾ ചോദ്യമാണ്, SDPI വോട്ട് നിങ്ങൾ സ്വീകരിക്കുമെന്ന് ചോദിച്ചോ? സ്വീകരിക്കില്ല എന്ന് പറയേണ്ടതുള്ളൂ, അവിടെ തീർന്നത്. അതെന്തുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല? കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവ്, മുന്നണിയുടെ കൺവീനറോട് ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ അപ്പം എന്താ പറഞ്ഞത്? SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാമോ എന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ TP രാമകൃഷ്ണൻ എന്ന മുന്നണി കൺവീനർ അങ്ങനെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ കുഞ്ഞിക്കണ്ണൻ സഖാവിനെ പോലുള്ളവർക്ക് ഈ ടെലിവിഷനിൽ വന്ന് എന്ത് പറയാൻ സാധിക്കും? അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളുമായി ആ പാവം സഖാവിനെ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് എനിക്ക് സ്മൃതിയോട് പറയാനുള്ളത്. പിന്നെ ഈ സഹയാത്രികന്മാരൊക്കെ കുറേ സഹയാത്രികന്മാരെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടെന്നാണ് അവർക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമുക്കറിയാം അല്ലേ? SDPIയും PDPൻ്റെയും ഭൗതിക ആശയം ബുദ്ധി കേന്ദ്ര ജമാഅത്ത് അല്ല, നമ്മൾ ചർച്ചയിലേക്ക് വിളിക്കുന്നവരാണ്, അവർക്ക് അഭിപ്രായങ്ങളുണ്ട്. അതിൽ അങ്ങനെ വ്യക്തിപരമായി നീങ്ങണ്ട ഷാഫി.
അല്ല, ഞാൻ പറഞ്ഞ സഹയാത്രികരുടെ അഭിപ്രായത്തിന് മേൽ CPM-നെ കുറ്റപ്പെടുത്താനോ CPM-നെ ന്യായീകരിക്കാനോ മെനക്കെടുന്നില്ല എന്നാ ഞാൻ പറഞ്ഞത്. മനസ്സിലായി? ഈ സഹയാത്രികന്മാരൊക്കെ നമ്മളെ വഴി തെറ്റിച്ചവരാ. ഞാൻ ഇദ്ദേഹം, ഈ പുതിയ സുഹൃത്തിനെ ഞാൻ ആദ്യം കാണുകയാണ്. ഇദ്ദേഹം അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ PDP-യുടെയും SDP-ൻ്റെയും ഒക്കെ ബുദ്ധി കേന്ദ്രം ജമാഅത്തെ ഇസ്ലാമിയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധി കേന്ദ്രമായി വർത്തിക്കുന്ന ഇത്തരം സംഘടനകൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നത്. PDP പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു, ജമാഅത്തിൻ്റെ പിന്നെ ബുദ്ധി കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ വോട്ട് വേണോ വേണ്ടയോ അത് തീരുമാനിക്കേണ്ടത് CPM ആണ്. SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. SDP വെറും 30-31 സ്ഥലത്തേക്ക് അവർ ചുരുങ്ങി. പക്ഷേ അവരുടെ അനുയായികൾ അങ്ങനെ ഒന്നുണ്ടല്ലോ, അവരുടെ അനുയായികൾ, അതേമാതിരി CPM-ൻ്റെ അനുയായികൾ, ഈ രണ്ട് കൂട്ടരുടെ അനുയായികൾക്ക് ഈ സംഘപരിവാറിന് അനുകൂലമായ ഒരു മേഖലയിലേക്ക് നേരിട്ട് വോട്ട് ചെയ്ത് സഹായിക്കാൻ കഴിയില്ല. പുറത്ത് നേതാക്കൾക്കിടയിൽ പല ഫിനാൻസിംഗ് തന്ത്രപരമായ ചില കാര്യങ്ങൾ, സ്ട്രാറ്റജികൾ. തിരുത്തിക്കോളൂ. ഈ PDP-യുടെ SDP-യുടെയും ബുദ്ധി കേന്ദ്രം ജമാഅത്തെ ഇസ്ലാമി, നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിലൊരു സൂക്ഷ്മത വേണമല്ലോ. PDP-യും SDP-യും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനത്തിലുണ്ടായ സംഘടനകളാണ് ഞാൻ പറഞ്ഞത്. ബുദ്ധി കേന്ദ്രം ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ബുദ്ധി കേന്ദ്രമായിട്ടാണ് മാറുന്നത്. SDP-യും PDP-യും അതിന്റെ സ്വാധീനത്തിൽ വന്ന സംഘടനകളാണ്. എന്നാൽ ബുദ്ധി കേന്ദ്രമാവാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത് മുസ്ലിം ലീഗിന്റെയാണ്. ശരി, അദ്ദേഹം ഇപ്പോൾ അത് തിരുത്തി വിശദീകരിച്ചാണ്. അതെങ്ങനെ പിന്നെ ഒരു മിനിറ്റ്, തിരുത്തിയത് നന്നായി. അദ്ദേഹം ആദ്യം അങ്ങനെ പറഞ്ഞത്, പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറയാനായിരുന്നു ഉദ്ദേശിച്ചത്. നേരത്തെ ഇത് പറയാൻ കഴിഞ്ഞില്ല, ഇപ്പോൾ അത് വ്യക്തമാക്കി. നല്ല കാര്യം തന്നെ. പിന്നെ ഞങ്ങൾ ബുദ്ധിയില്ലാത്തവരാണെങ്കിലല്ലേ അവരെ ബുദ്ധി സ്വീകരിക്കല്. എന്ത് പുറത്താനാ അതൊക്കെ പറഞ്ഞു. മുസ്ലിം ലീഗൊക്കെ എത്ര പഴക്കമുള്ള എത്ര വലിയ സംഘടനയാണ്. ഈ ഇത്തിരി പോലും ഇല്ലാത്ത ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരെ വന്നിട്ട് പിന്നെ ഞങ്ങളെ ബുദ്ധി കേന്ദ്രമായി കഴിയാന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കാൻ നാട്ടിൽ ആരെ കിട്ടുമോ? നാട്ടിൽ ആളുകളൊക്കെ വിദ്യാഭ്യാസമുള്ളവരല്ലേ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അതല്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ SDP നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ തവണ SDP-യുടെ സ്വതന്ത്രനായി മത്സരിച്ച വ്യക്തിയാണ് വേങ്ങരയിൽ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി. അത് മനസ്സിലാക്കി അല്ലേ? SDP-യുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറയുന്നു, എന്താണ്, തുളസീധരൻ. എന്താ അദ്ദേഹം പറഞ്ഞിട്ടത്? പിണറായി വിജയനും സംഘപരിവാറും തമ്മിൽ ഡീലുണ്ട് എന്നാ പറയുന്നത്. ഇതൊന്നും ഞങ്ങളാരും പറയുന്നതല്ല, അപ്പുറത്തുള്ളവർ പറയുന്നതാണ്. ഇപ്പം CPM-ൻ്റെ അനുയായികൾക്ക്, SDP-ൻ്റെ അനുയായികൾക്ക് സംഘപരിവാറിന് നേരിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പിന്നെ എങ്ങനെയാണ് ഈ ഡീല് നടക്കുന്നത്? ആ ഡീലാണ് ഈ ലോക്കൽ ബോഡിയിൽ നമ്മൾ കണ്ടത്. സെൻകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങൾ നോക്കുക. എന്താ അയാൾ പറഞ്ഞത്? സെൻകുമാർ പറഞ്ഞു, BJP ഒരു മുന്നേറ്റവും ഇവിടെ നടത്തിയിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം കിട്ടിയതും കോഴിക്കോട് കോർപ്പറേഷനിൽ 7 കൗൺസിലർമാർ അധികമുണ്ടായതും ഡീലിമിറ്റേഷനിലൂടെ കിട്ടിയതാണ്. സംസ്ഥാനത്തെ LSTD മന്ത്രാലയം ചെയ്തു തന്ന സഹായത്താൽ കിട്ടിയതാണ്. ഇദ്ദേഹമാണ് പറഞ്ഞത്. LSTD മന്ത്രി ആരാ? ഇടതുപക്ഷ സർക്കാരിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് BJPക്ക് അനുകൂലമായി വാർഡ് വിഭജനം നടത്തിയത് കൊണ്ട് കിട്ടിയ റിസൾട്ടാണ്. കോഴിക്കോട് ചാലപ്പുറം, ഒറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ വേഗം നിർത്താം, അതൊന്ന് പൂർത്തീകരിക്കാൻ ശ്രമിക്കണം. ചാലപ്പുറം കോൺഗ്രസ് ജയിക്കുന്നു, BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. 6000 വോട്ടുകളാണ് അവിടെയുള്ളത്. അവിടെ എന്ത് ചെയ്യാണ്? UDF-ൻ്റെ 2000 വോട്ടെടുത്ത് 1000 വോട്ട് തൊട്ടടുത്ത മുഖദാറിലേക്കും 1000 വോട്ടെടുത്ത് തൊട്ടടുത്ത കുറ്റിച്ചിറയിലേക്ക് വിട്ടു. അതോടുകൂടി കുറ്റിച്ചിറയിൽ നിലവിലുള്ള വോട്ടും ഈ അധികമായി ചാലപ്പുറത്ത് കൊണ്ടുവന്ന വോട്ട് വെച്ച് നോക്കുമ്പോൾ 13000 വോട്ടായി കുറ്റിച്ചിറ മാറി, 14000 വോട്ടായി ഏത് മാറി? മുഖദാർ മാറി. ചാലപ്പുറം വെറും 4000 വോട്ടർമാരുള്ള വാർഡായി മാറി. സ്വാഭാവികമായും ആ ആട് വിഭജനത്തിലൂടെ 2ാം സ്ഥാനത്തുള്ള BJP വിജയിച്ചു കയറി. അങ്ങനെ 7 സ്ഥലത്ത് BJP അധികമായി വിജയിച്ചു കയറി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചില ആളുകൾ ക്ഷുഭിതരായി കേളോട്ടൻ മന്ദിരത്തിൽ വന്നു. അവിടെ എളമര ഗരീബിനോട് ചോദിച്ചു, എന്തിനാണ് BJPക്ക് വേണ്ടി വാർഡ് മുറിച്ചത്? എളമര ഗരീം സഖാവ് കൊടുത്ത മറുപടി ഉണ്ടല്ലോ, ഈ ലോകം മുഴുവൻ കേൾക്കണം. അദ്ദേഹം പറഞ്ഞത് ലക്ഷ്യം ലക്ഷ്യം നല്ലതാണെങ്കിൽ എന്താണ് ലെനിൻ്റെ ഒരു വാക്ക് പറഞ്ഞു, ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും എന്ന്. എന്താ കാരണം? ഈ 7 സീറ്റിലും BJPക്ക് അനുകൂലമായി നമ്മൾ വാർഡ് മുറിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ സഖാക്കളെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭരണം നമുക്ക് കിട്ടില്ലായിരുന്നു. ആ 7 BJPക്കാർ വിജയിച്ച സ്ഥാനത്ത് പഴയതുപോലെ 7 കോൺഗ്രസ്സുകാരാണ് ജയിക്കണമെങ്കിൽ ഈ ഭരണം നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. ഈ ഭരണത്തെ നിലനിർത്താൻ വേണ്ടി BJPക്ക് 5 or 10 ആളുണ്ടായാലും കുഴപ്പമില്ല, ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണ് മുഖ്യം. ഈ സ്റ്റേറ്റിൽ നടക്കാൻ പോകുന്ന അസംബ്ലിയിലും അത്തരത്തിലൊരു ഡീലിലേക്കാണ് പോകുന്നത്. അത് BJPക്കും ഗുണം, CPM-നും ഗുണം, ഇരു കൂട്ടർക്കും ഗുണം. കാരണം CPM-ന് ഭരണം കിട്ടുന്നു, BJPക്ക് അംഗങ്ങൾ കിട്ടുന്നു.
ഇപ്പോഴും ഇവിടെ ചിന്തിക്കുന്ന ഒരു 10 സീറ്റ് BJP പോയാലും കുഴപ്പമില്ല, ഭരണം കിട്ടണം. എന്നാൽ UDF അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്? മുരളീധരൻ പോയിട്ട് നേമത്ത് മത്സരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ BJP അവിടെ ജയിക്കുമായിരുന്നു. പക്ഷേ രാഷ്ട്രീയ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അവിടെ ചെയ്യേണ്ടത് CPM-നെ തോൽപ്പിക്കായിരുന്നു വേണ്ടത്. BJP-ക്ക് 1-2 ആള് ഉണ്ടായാൽ എന്ത് കുഴപ്പമെന്ന ലൈൻസ് UDF-ന് എടുക്കേണ്ടിയിരുന്നു. പക്ഷേ UDF CPM ഇപ്പോൾ അത് ചെയ്തില്ല. കാരണം ഇവരെ അക്കൗണ്ട് തുറക്കരുത് എന്ന് ഒരു ഒറ്റ ലക്ഷ്യം വെച്ച് മുരളീധരൻ അവിടെ പോയി മത്സരിച്ചു. എന്നാൽ ഇവരെ ഇപ്പോഴത്തെ ലക്ഷ്യം 10-15 സീറ്റ് BJP കൊണ്ടുപോയാലും ആ 15 സീറ്റ് കോൺഗ്രസ് കുറഞ്ഞു കിട്ടണം. അതാണ് ഇവരെല്ലാവരും. ഗോപാലകൃഷ്ണൻ പറഞ്ഞത് സ്മൃതി കേട്ടില്ലേ? 1 കോൺഗ്രസ്, UDF, 1 ഇടതുപക്ഷം, 2 എന്താണ് ഐക്യമുന്നണി, ഞങ്ങൾ 3ആണ്. രണ്ടാമനെ കൊല്ലാതെ ഒന്നാമന്റെ സ്ഥാനത്തെത്താൻ കഴിയില്ല. ഇവരുടെ ഫസ്റ്റ് പ്രിഫേസ് ആരാണ്? ഞങ്ങളാണ് BJP-യുടെ ഏര. ഇത് മനസ്സിലാക്കുന്ന CPM-ന് അനുയായികളും SDP-ന് അനുയായികളും സത്യത്തിൽ സംഘപരിവാർ ലക്ഷ്യങ്ങൾക്കെതിരെയായിരിക്കും വോട്ട് വരിക. നേതാക്കന്മാർ എന്ത് ഫിനാൻഷ്യൽ ഡീല് നടത്തിയിട്ടും കാര്യമില്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തൽ. ശരി, ശ്രീ ഷാഫി ചാലിയം, അങ്ങിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രീ KT മറുപടി നൽകും. പക്ഷേ നിയമത്തിന്റെ കാര്യം പറയുമ്പോൾ നിയമത്ത് എങ്ങനെയാണ് BJP അക്കൗണ്ട് തുറന്നത് എന്നൊരു ചോദ്യം വരുമ്പോൾ അത് കോൺഗ്രസിന് നേരെ ചോദ്യമുനയായി വരുന്നുണ്ട്. നിയമത്ത് എങ്ങനെയാണ് BJP അക്കൗണ്ട് തുറന്നത്? അന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ട് ഇല്ല? എന്തേലും സുരേന്ദ്രൻ പിള്ള അങ്ങനെ എന്താണെന്നാണ് അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല, ഘടകകക്ഷിക്ക് കൊടുത്തു. ഘടകകക്ഷിക്ക് കൊടുത്തു. ആ ഘടകകക്ഷി കൊടുത്തതാണ്. അല്ല, നിയമം അന്ന് BJP വിജയിക്ക് വരുന്ന ഒരു സാധ്യത നമ്മൾ അന്ന് കണ്ടിട്ടില്ല. അഭൂതപൂർവമായ ഒരു അട്ടിമറിയായിരുന്നു അത്. അത് രാജഗോപാലിനോടുള്ള ഒരു സെന്റിമെന്റ്സ് ആയിരുന്നു. അവിടെ ഒരു പൊളിറ്റിക്കൽ അല്ല. എത്രയോ വർഷമായി ഒരു മനുഷ്യൻ നിന്നിങ്ങനെ തോൽക്കുകയാണ്. എത്രയോ കാലങ്ങളായി തോൽക്കണം. 50 കൊല്ലം സ്ഥിരമായി തോൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആളുകൾക്കൊരു ആഗ്രഹം, അതിന് പുറത്ത് പോയതാണ്. അതല്ലാതെ BJP-ന്റെ വളർച്ച കൊണ്ട് പോയതല്ല. അതിന് ശേഷമാണ് BJP-ക്ക് വളർച്ച വരുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയം മാറി മറിയുന്നത്. അതൊക്കെ മനസ്സിലാക്കുക. ശരി, 2011-ലെയും 2016-ലെയും കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2011-ലും 2016-ലും ഘടകകക്ഷിക്കാണ് കൊടുത്തിരുന്നത്. ശരി, തിരിച്ചെത്താം. KTക്ക് മറുപടി നൽകാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അങ്ങേക്ക് മറുപടി നൽകാം ഷാഫി ചാലിയത്തിന്റെ ആരോപണങ്ങൾക്ക്. അതോടൊപ്പം തന്നെ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ഇപ്പോൾ മങ്കടയിലെ SDP പിന്തുണ വേണ്ടെന്ന് പറയുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയും എന്നോ അല്ലെങ്കിൽ നേരിട്ടുള്ള ഉത്തരം നൽകാമായിരുന്നു. പകരം അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കതിൽ വിഷമമുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞുകൊണ്ട് അത് വിശദീകരിക്കുകയാണ് ചെയ്തത്. അവിടെ ഉണ്ടായിരിക്കുന്ന സംഭവം, അവിടെ SDP സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഡോക്ടർ CH അഷ്റഫ് ആയിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി. അവിടെ റോഡ് ഷോ അടക്കം നടത്തിയിരുന്നതാണ്. പിന്നീട് ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. അവിടെ കുന്നത്ത് മുഹമ്മദ് എന്ന LDF സ്വതന്ത്രനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുകയാണ്. വേങ്ങരയിൽ SDP-ക്ക് മുൻ തിരഞ്ഞെടുപ്പിൽ 10,000 വോട്ട് വരെ ലഭിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ വന്നിരിക്കുന്നത് സ്വതന്ത്രനായ സഭാ കുണ്ടുപുഴയ്ക്കലാണ്. അദ്ദേഹം നേരത്തെ SDP-യുടെ പിന്തുണ കിട്ടിയ സ്ഥാനാർത്ഥിയായിരുന്നു. SDP-ക്ക് വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥിയായി അദ്ദേഹം ഈ തവണയും അവരോധിക്കപ്പെട്ടു എന്ന ആരോപണമാണ് ഉയരുന്നത്. ഇതിനൊക്കെ ഒരു മറുപടി നൽകി കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി കിട്ടുമായിരുന്നു. KT, SDP-യോ ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ ഏതെങ്കിലും RSS സംഘടനകളോ ആലോചിച്ചിട്ടോ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടൊന്നുമല്ല CPM-ന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഞാൻ ആദ്യമേ വ്യക്തമാക്കി കഴിഞ്ഞു, ഇത്തരം സംഘടനകളുമായിട്ട് യാതൊരു ധാരണയും നീക്കുപോക്കും ഉണ്ടാക്കി നീങ്ങുന്ന മുന്നണിയല്ല. ഇവിടെ എന്താണ് BJP ഡീല് വളരെ പരസ്യമാക്കപ്പെടുകയാണ് കേരളത്തിൽ. എൻ്റെ സുഹൃത്ത് ഷാഫി ചാലിയം ഇവിടെ എന്താണ് കഥ പറയാണ്. കഥയിൽ ചോദ്യമില്ല എന്നും കഥയ്ക്ക് യുക്തിയില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഷാഫി ചാലിയ എന്ത് കഥയാണ് പറയുന്നത്? നേമത്ത് എങ്ങനെയാണ് 2011 രാജഗോപാലൻ ജയിച്ചു വന്നത്? അദ്ദേഹത്തിൻ്റെ കരിസ്മ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയത്തിൻ്റെ പ്രാഥമിക തത്വം അറിയുന്ന ഞാൻ മാത്രമല്ല, ഷാഫിക്കും സ്വയം അംഗീകരിക്കാൻ പറ്റില്ല. ഷാഫി മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായി തൊട്ടടുത്ത മണ്ഡലത്തിലെ UDF-ന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. നേമത്ത് 2006 മുതൽ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു നിശ്ചിത വോട്ട്, പഴയ തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലമാണല്ലോ നിയമമായി മാറിയത്, ആ നേമത്ത് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടിൽ വലിയൊരു ഭാഗം വോട്ട് രാജഗോപാലിന് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടതാണ്. അങ്ങനെയാണ് അദ്ദേഹം ജയിച്ചത്. ഇനി എന്തിന് നേമത്തൊക്കെ 2017 പോകുന്നത്? 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ ആയിക്കോട്ടെ, തൃശൂർ നിയോജക മണ്ഡലത്തില് നമുക്കറിയാമല്ലോ, തൃശൂർ നിയോജക മണ്ഡലത്തില് 2020 നടന്ന തെരഞ്ഞെടുപ്പില്
ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്ന വോട്ടിനേക്കാൾ 86,000 ചില്ലാനം വോട്ട് UDFന് കുറഞ്ഞു. BJPയുടെ സുരേഷ് ഗോപിയുടെ ലോക്സഭാ പ്രവേശനത്തിൽ അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതിൽ പ്രധാന കാരണം UDFന്റെ വോട്ട് ചോർച്ചയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാരായി മത്സരിച്ച ആളുകൾ BJP ആയിട്ട് അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു കാര്യം എനിക്ക് സ്മൃതിയോട് പറയാനുണ്ട്. സ്മൃതി ഷാഫി ചാലിയൊക്കെ സംസാരിക്കുമ്പോൾ കാണിച്ച ആ ഉദാരത അത്ര എന്നോട് കാണിക്കണ്ട. പക്ഷെ സാമാന്യമായി അതെനിക്കും ആ ഉദാരത, അത്തരത്തിലൊരു സമീപനം സ്മൃതിയുടെ ഭാഗത്തുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ, എന്നിട്ട് പൂരം കലക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ പറഞ്ഞു വന്നത്, മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസുകാരായി മത്സരിച്ച് ജയിച്ച ആളുകൾ എങ്ങനെയാണ് BJPക്കാരായി മാറിയത് എന്നത് ഉൾപ്പെടെയുള്ള ഈ തൊട്ടടുത്ത ദിവസങ്ങളിലെ, തൊട്ടടുത്ത മാസങ്ങളിലെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കോൺഗ്രസും BJPയുമായിട്ട് എൻ്റെ സുഹൃത്ത് അനൂപ് എത്ര ഖേദത്തോടെയും എത്ര ആക്ഷേപകരമായി പറഞ്ഞാലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ ഹിന്ദുത്വം വളർന്നു വന്നത് കോൺഗ്രസിന്റെ എല്ലാവിധത്തിലുമുള്ള സഹായത്തിലാണ്, സംരക്ഷണത്തിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ വലിയ ഇസ്ലാമോഫോബിയെ കുറിച്ചൊക്കെ പറയുന്ന ആളുകൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചരിത്രപ്രസിദ്ധമായ ബാബറി മസ്ജിദ് വിവാദമാക്കുകയും തർക്കപ്രശ്നമാക്കുകയും അതിനെതിരായിട്ട് ഭൂരിപക്ഷത്തിന്റെ വികാരമുണർത്താൻ കഴിയുന്ന തരത്തിൽ രാമായണ സീരിയൽ ഉൾപ്പെടെ RSS ആവശ്യപ്പെട്ട പ്രകാരം ശ്രീമാൻ രാജീവ് ഗാന്ധി ദൂരദർശനിലൂടെ സംപ്രേഷണം ചെയ്ത ഇതെല്ലാം സംബന്ധമായിട്ട് കോൺഗ്രസിന്റെ തന്നെ ചരിത്രം ആധികാരികമായി എഴുതിയിട്ടുള്ള റഷീദ് കിത്വായിയെ പോലുള്ള ആളുകളുടെ പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ചരിത്രം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വെറുതെ പറഞ്ഞു പോകാനൊന്നും ഒരു കാര്യമല്ല. വർത്തമാന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ വർത്തമാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നോക്കൂ, അത് നമുക്കറിയുന്ന ചരിത്ര സത്യങ്ങളാണ്, നിഷേധിക്കപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളുമാണ്. അങ്ങ് പറഞ്ഞതിനോടൊന്നും ഒരു വിയോജിപ്പുമില്ല. പക്ഷെ നമ്മൾ വർത്തമാന കാലത്തിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJP ആഗ്രഹിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്ന ഒരു സംവിധാനവുമായിട്ട് എങ്ങനെയാണ് കോൺഗ്രസ് ഇവിടെ സഹകരിക്കുക എന്നുള്ള ചോദ്യമുണ്ട്. കാരണം ഇവിടുത്തെ വിജയം CPMനെ പോലെ തന്നെ കോൺഗ്രസിനും അതിനിർണായകമാണ്. അവർക്ക് ആ വിജയം അത്രയ്ക്കും അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് BJPയെ സഹായിക്കുന്നു എന്ന വാദം അവിടെ നിൽക്കുക എന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, അങ്ങയോട് ഞാൻ ചോദിക്കുന്ന കാര്യത്തിൽ എനിക്ക് മറുപടി കിട്ടിയില്ല. അതുകൂടി ഒന്ന് പറയൂ പ്ലീസ്. പലതവണ ഞാൻ ചോദിക്കുമ്പോൾ അങ്ങ് വേഗം BJPയിലേക്ക് എടുത്തു ചാടുകയാണ്. SDPയുടെ പിന്തുണ അങ്ങ് ചോദിക്കുമ്പോൾ SDPയുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വതന്ത്രരെ തീരുമാനിക്കുന്ന ക്രൈറ്റീരിയ എന്താണ്? ഈ പറയുന്ന വേങ്ങരയിലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് നേരത്തെ SDPI ബന്ധമുണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കാതെയാണോ അദ്ദേഹത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വേങ്ങരയിൽ തീരുമാനിക്കുന്നത്? അതിലേക്ക് ഞാൻ വരാം. പക്ഷെ സ്മൃതി പറഞ്ഞ ഈ കോൺഗ്രസിനെ രക്ഷിക്കാൻ സ്മൃതി അങ്ങനെ ശ്രമിക്കണ്ട. അത് കോൺഗ്രസ്സുകാർ മാത്രം വിചാരിച്ചാലേ കോൺഗ്രസിനെ രക്ഷിക്കാൻ കഴിയൂ. ഇപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഇന്ത്യയുടെ രാജ്യസഭയിൽ 37 സീറ്റുകളിലേക്ക് മത്സരം നടന്നു. സ്മൃതി അറിയില്ലേ അതൊന്നും? ആ 37 സീറ്റുകളിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയിലെ ബീഹാർ, ഒഡീഷ, ഹരിയാന സംസ്ഥാനങ്ങളിൽ എന്താ സംഭവിച്ചത്? 11 കോൺഗ്രസ് MLAമാർ, കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു പോയ ആളുകൾ BJP സ്ഥാനാർത്ഥിക്കാണ് സ്മൃതി വോട്ട് ചെയ്തത്. ഈ ഇന്ത്യയിൽ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഇന്ത്യ ഉണ്ടാക്കാൻ ആരാണ് പണിയെടുക്കുന്നത്? കോൺഗ്രസ്സുകാർ തന്നെയാണ്. അതുകൊണ്ട് സ്മൃതി കേരളത്തിലെ കോൺഗ്രസ്സുകാരെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഈ കോൺഗ്രസ് നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ്സുകാർ BJP പോകരുത്, കോൺഗ്രസ്സുകാർ BJPക്കാരെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കരുത്. എനിക്ക് ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി കിട്ടുന്നില്ല. പകരം മറ്റ് മറു ആരോപണമാണ്. അങ്ങേക്ക് അത് പറയാം, പറഞ്ഞാൽ തെറ്റില്ല. അങ്ങേക്ക് പറയേണ്ട വാദങ്ങൾ അങ്ങ് പറയാൻ വേണം. പക്ഷെ എന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകുന്നേ. അല്ല, എന്റെ മറുപടി എന്റേതായ രീതിയിൽ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ സ്മൃതി പറഞ്ഞ ചോദ്യത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോകുന്നില്ല. ഞാൻ പറയും. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കണം, നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് BJPയെ വളർത്തിയത് എന്ന ചരിത്രത്തെക്കുറിച്ച് ഇത്തരം ചർച്ചകളിലൂടെ അജ്ഞത സൃഷ്ടിക്കാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. അങ്ങനെ കോൺഗ്രസിനെ രക്ഷിക്കാമെന്ന് വിചാരിക്കണ്ട. കോൺഗ്രസ് കൂടി പരിധാനം ചെയ്യുന്ന ഒരു മതനിരപേക്ഷ സമൂഹത്തെ, അതായത് ചരിത്രപരമായി നെഹ്റു ഒക്കെ കൊണ്ടുവന്ന ഒരു മതനിരപേക്ഷ രാഷ്ട്രസങ്കല്പത്തെ സംരക്ഷിക്കാൻ ഇന്ന് ഏറ്റവും മുൻകൈയെടുക്കുന്നത്, അതിനുവേണ്ടി പൊരുതുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെ സന്ദേശം എന്താണ് അപ്പോൾ? അല്ല, മന്ത്രി സജി ചെറിയാൻ എന്താ പറഞ്ഞത്? അങ്ങ് കേട്ടിട്ടില്ലേ സജി ചെറിയാൻ പറഞ്ഞത്? കാസർഗോഡും മലപ്പുറത്തും ജയിക്കുന്നവർ പേര് കേട്ടാൽ അറിയാമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്?
അല്ല അതൊന്നും CPM എന്താണ് ആരുടെയെങ്കിലും പ്രസ്താവനയില് അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലുമല്ലല്ലോ, ഉത്തരവാദപ്പെട്ട മന്ത്രിയല്ലേ? പോസ്റ്റ് മോഡേണിസത്തിൽ അങ്ങനെയുള്ള ഒരു അപനിർമ്മാണത്തിലൂടെ നിങ്ങൾക്ക് എന്താണ് ഇടതുപക്ഷത്തിന് പൊതുവായ ഒരു സമീപനമുണ്ട്. ആ സമീപനം പറയുമ്പോൾ ചില ആളുകൾ നാക്ക് അങ്ങനെ വഴുതിപ്പോയി, ചില വാക്കുകൾ ഇങ്ങനെ ഉപയോഗിച്ചു രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ ഘടനയെ സംരക്ഷിക്കാൻ ഇന്ത്യയിലെ എല്ലാ BJP വിരുദ്ധ ശക്തികളെയും ഒന്നിച്ചു മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? BJPയെ സഹായിക്കുന്ന തരത്തിലുള്ള ഏത് രാഷ്ട്രീയ നിലപാടിനെയും നമ്മൾ എതിർക്കണം. ഇപ്പൊ കോൺഗ്രസ് കേരളത്തിൽ BJPയുമായിട്ട് വലിയ രീതിയിലുള്ള രഹസ്യബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഷാഫി എത്ര മനോഹരമായിട്ടാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ ഈ വാർഡ് പുനർനിർണയനത്തിന്റെ കഥയൊക്കെ പറഞ്ഞത്. ഷാഫി, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ നഗരസഭയിലെ 41 സീറ്റുകളിൽ കൃത്യമായി കോൺഗ്രസുകാർ വോട്ട് ചെയ്തത് കൊണ്ട് കൂടിയാണ് BJPക്കാർ ജയിച്ചത്. കോൺഗ്രസിന്റെ സഹായമില്ലെങ്കിൽ BJPക്ക് ജയിക്കാൻ പറ്റില്ല. നിങ്ങൾ എല്ലാ സ്ഥലത്തും എന്താണ് രഹസ്യവും പരസ്യവുമായിട്ട് ഇടതുപക്ഷ വിരോധം കൊണ്ട്, കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് ഈ BJPയുമായിട്ട് ഇടതുപക്ഷത്തെ എതിർക്കാൻ ധാരണയുണ്ടാക്കുന്നവരാണ്. ഷാഫി ചാലിയമാണ്. ചാലിയം നിലകൊള്ളുന്നത് ബേപ്പൂരിലാണ്. ബേപ്പൂരിൽ പരീക്ഷിക്കപ്പെട്ട ഏറ്റവും ക്രിമിനലായ, രാഷ്ട്രീയത്തിൽ ഏറ്റവും ക്രിമിനലായ, ഏറ്റവും പാതകപരമായ ഒരു പരീക്ഷണമായിരുന്നു കോലീബി. ആ കോലീബി പരീക്ഷിച്ചത് നിങ്ങളാണ്. ആ കോലീബിയുടെ പലതലങ്ങളിലുള്ള പ്രയോഗങ്ങൾ ഇപ്പോഴും UDF രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ശരി, ആരോപണം സമയക്കുറവുള്ളതാണ്. മങ്കടയിലെയും അതോടൊപ്പം തന്നെ വേങ്ങരയിലെയും സ്ഥാനാർത്ഥികൾ, വേങ്ങരയിലെ സ്ഥാനാർത്ഥി STPക്കാരനാണെന്നുള്ള കാര്യം ഞാൻ സ്മൃതി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ അറിയില്ല. അദ്ദേഹം STPയുമായി സംഘടനാപരമായി ബന്ധമുള്ള ഒരാളാണെന്നുള്ള കാര്യമേ എനിക്കറിയില്ല. പിന്തുണ ലഭിച്ചിരുന്ന ആളാണ്, STPക്കാരനാണെന്നാണ് സ്മൃതി. പിന്തുണ നേരത്തെ ലഭിച്ചിരുന്ന ആളാണ്. പിന്തുണയല്ല, STPക്കാരനാണെന്നാണ് ഇതുപോലുള്ള ഒരു ഉത്തരവാദപ്പെട്ട ചർച്ചയിൽ റിപ്പോർട്ടർ ചാനലിന്റെ സീനിയർ എഡിറ്റർ ആയിട്ടുള്ള ശ്രീമതി സ്മൃതി ആരോപിച്ചത്. STPI സ്ഥാനാർത്ഥി STPIക്കാരനാണ്, വേങ്ങരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അത് എനിക്കറിയാത്ത കാര്യമാണ്. കേക്കൂ, അന്ന് SDP പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ SDP വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥിയാണോ ഈ പറയുന്ന ഈ സഭ കുണ്ടുപുഴയ്ക്കൽ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പോൾ അത് അറിഞ്ഞിട്ടാണോ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പോൾ അങ്ങേക്ക് അറിയില്ല എന്ന് പറയുകയാണ്. പിന്തുണ പലർക്കും കൊടുക്കുന്നതല്ല, അങ്ങനെ പലർക്കും കൊടുത്തിട്ടുണ്ടാവും. അല്ല, അങ്ങനെ കൊടുക്കുന്ന പിന്തുണയല്ല. പരസ്യമായിട്ട് SDPI ബന്ധമുണ്ട്. അല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യമായിട്ട് SDPI കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ കൊടുത്തിട്ടില്ലേ? രാഹുൽ മാങ്കൂട്ടത്തെപ്പോലെയുള്ള ഒരു ലൈംഗിക കുറ്റവാളിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു പോകരുത് കേട്ടി. അങ്ങനെ പറഞ്ഞു പോകരുത്. ആ പിന്തുണ വേണ്ട എന്ന് വാർത്താ സമ്മേളനത്തിലൂടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പറയൽ നിങ്ങളുടെ ഭാഗത്തുണ്ടാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത് കേട്ടി. അങ്ങനെ ഒരു പിന്തുണ വേണ്ട എന്ന് നിങ്ങളും വാർത്താ സമ്മേളനം നടത്തി പറയുമോ എന്നുള്ളതാണ് ചോദ്യം. സമ്മതിക്കില്ല. അല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. അല്ല സ്മൃതി, പിന്തുണ വേണ്ട എന്ന് പറഞ്ഞ കാര്യം എങ്ങനെയാണ് മറച്ചു വെക്കുക? സ്മൃതി ഇടതുപക്ഷത്തെ അല്ല സ്മൃതി, ഞാൻ പറയുമ്പം സ്മൃതി സംസാരിക്കരുത്. സ്മൃതി, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ STPI പരസ്യമായിട്ട് ആർക്കാ പിന്തുണ കൊടുത്ത്? കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ STPI ആർക്കാ പിന്തുണ കൊടുത്ത്? അതുകൊണ്ട് ഷാഫി ചാലിയം അല്ലെങ്കിൽ ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന UDFന്റെ MP STPക്കാരനാണെന്ന് ഞാൻ പറയില്ല. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം അയാളെ STPI പിന്തുണ കൊടുത്തുകൊണ്ട് STPക്കാരനാണെന്ന് ഞാൻ പറയൂ? STPI പിന്തുണ കൊടുത്തത് കൊണ്ട് എങ്ങനെയാണ് ഷാഫി വേങ്ങരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി STPI ആകുന്നത്? അങ്ങനെയുള്ള തെറ്റായ നറേഷൻ ഒന്നും ഉണ്ടാക്കാൻ നോക്കണ്ട. ശരി, ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമയക്കുറവുണ്ട്. ഒന്ന്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ SDPയുടെ പിന്തുണ, അതേക്കുറിച്ച് മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അത് നിങ്ങൾ നിഷേധിച്ചില്ലല്ലോ. അവർ ആ പ്രകടനം നടത്തിയ, ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തിയ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിലേക്ക് ഞാൻ വരാം. ഇവിടെ ആളില്ലാത്ത ഗോൾ പോസ്റ്റിൽ ഗോൾ അടിക്കുകയാണ് സഖാവ് KT കുഞ്ഞിക്കണ്ണൻ ചെയ്യുന്നേ.
ഇവിടെ ഡോക്ടർ AR മേനോന്റെ ഹിന്ദു മഹാസഭയുടെ കൂടി പിന്തുണ സ്വീകരിച്ച സ്ഥാനാർത്ഥിയെ ഇവരുടെ മുന്നണിയിൽ ഇവരുടെ മന്ത്രിസഭയിൽ അംഗമാക്കിയതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. വിമോചന സമരത്തിനെതിരെ കൃത്യമായ നിലപാടെടുത്ത ആളാണ് സവർക്കർ. അദ്ദേഹം ഹിന്ദുത്വവാദിയാണ് എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് സംശയം ഉണ്ടായിരിക്കില്ലല്ലോ. സവർക്കർ അന്ന് EMS ഗവൺമെന്റിനെ പ്രകീർത്തിച്ചുകൊണ്ട് കത്തെഴുതുന്നുണ്ട്. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് VR കൃഷ്ണയ്യർ തിരിച്ച് കത്തെഴുതി. അന്നത്തെ മന്ത്രിസഭയിൽ അംഗമായത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ തിരിച്ച് കത്തെഴുതി സവർക്കർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ നയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരിതിനൊക്കെ സമർത്ഥമായി ഇത്രയും കാലം മൂടി വെച്ചിരിക്കുക. എന്നിട്ട് പറയും കോൺഗ്രസ് ആണ്, കോൺഗ്രസിന്റെ പാരമ്പര്യമാണ്, കോൺഗ്രസിന്റെ ജെനറ്റിക്സ് ആണെന്ന് പറയുമ്പോൾ 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലം തൊട്ട് ഹിന്ദുത്വ ശക്തികളുമായി പരസ്യമായും രഹസ്യമായും ബാന്ധവം ഉണ്ടാക്കിയ ഒരു വലിയ ചരിത്രം അവർക്കുണ്ട്. ഞാനത് ആദ്യം ഉന്നയിച്ചപ്പോൾ പോലും വളരെ സമർത്ഥമായി KT കുഞ്ഞിക്കണ്ണനെ പോലെ ചരിത്രത്തിൽ ഇത്ര അവഗാഹമുള്ള ഒരാൾ പോലും അതിനെ സ്പർശിക്കാതെ മിണ്ടാതിരിക്കുകയാണെന്നേ. അതൊരു ബുദ്ധിപരമായ സത്യസന്ധതയല്ല. അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നേ ഇല്ല. എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? യാഥാർത്ഥ്യമാണ്. സവർക്കർ പിന്തുണച്ചത് യാഥാർത്ഥ്യമാണ്. ആദ്യത്തെ ആരോഗ്യ മന്ത്രി ഇവരുടെ കൂടി പിന്തുണ ഞാൻ പറയുന്നത് SDPI ആകട്ടെ ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ ജമാഅത്ത് ഇസ്ലാമി ആകട്ടെ ഞങ്ങൾ അവരുടെ സ്വന്തം നിലയ്ക്ക് പിന്തുണച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അനുഭവത്തെക്കുറിച്ച് സ്മൃതി തന്നെ അങ്ങ് തന്നെ ഇവിടെ വിശദീകരിച്ചില്ലേ? ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ, ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെന്താ പറയുന്നത്? തള്ളി പറയാൻ തയ്യാറാവുന്നുണ്ടോ? VD സതീശൻ സംസാരിച്ചതുപോലെ ശിവൻകുട്ടിക്ക് സംസാരിക്കാൻ കഴിയുമോ? LDFന്റെ കൺവീനർ എന്ന് പറയുന്നത് ചെറിയ പോസ്റ്റ് അല്ലല്ലോ. LDFനെ സംബന്ധിച്ച് LDFന്റെ ചെയർമാനായ പിണറായി വിജയൻ കഴിഞ്ഞാൽ ആ മുന്നണിയുടെ രാഷ്ട്രീയ നയ പരിപാടികൾ വിശദീകരിക്കേണ്ട ആളല്ലേ ബഹുമാന്യനായ TP രാമകൃഷ്ണൻ എന്ന് പറയുന്നത്. TP രാമകൃഷ്ണൻ നിലപാട് പറഞ്ഞാൽ LDFന്റെ നിലപാടാ. LDFന്റെ നിലപാട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഒരു പിന്തുണയും നിരാകരിക്കില്ല, അങ്ങനെ നിരാകരിക്കേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളാണെങ്കിൽ അത് നിരാകരിച്ചില്ലെങ്കിൽ നിങ്ങളുടേത് അവിശുദ്ധ ബാന്ധവം. എന്നാൽ LDF ആവുമ്പോൾ അതൊക്കെ സ്വാഭാവികമായി വരുന്ന പിന്തുണ. ദിവസങ്ങളിലും വിവാദം തുടരുമെന്ന് വ്യക്തമാണ്. സമയക്കുറവ് മൂലം തൽക്കാലം ഇവിടെ നിർത്തുന്നു. വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് VR അനൂപ്, ഷാഫി ചാലിയം, PT തുഫാൽ ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം മീറ്റ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.